നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗം കൊണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ റസൂലുള്ള പറഞ്ഞു, 2 അവയവങ്ങൾ കൊണ്ട് എനിക്ക് നിങ്ങൾ ജാമ്യം നിൽക്കണം. പറ്റുമോ? ഈ 2 ഒന്നേ തന്നിട്ടുള്ളൂ. കണ്ണ് 2, മൂക്ക് 1 ഉള്ളെങ്കിൽ 2 ദ്വാരമുണ്ട്, കാത് 2, കൈ 2, കാല് 2, കിഡ്നി 2, എല്ലാം ഈ 2 തന്നു. പ്രശ്നമുള്ള അവയവങ്ങൾ അള്ളാഹു നോക്കിയിട്ട് ഓരോന്ന് തന്നിട്ടുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത്, ഈ 2 അവയവങ്ങൾ നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാം. ഈ ഇരിക്കുന്ന ഇത്രയും ആളുകൾക്ക് സ്വർഗം ഉറപ്പാണ്. റസൂലുള്ളാഹി പറഞ്ഞതാ, 10 പേർക്ക് മാത്രമല്ല ഞാൻ കൊടുത്തത്, അവർക്ക് ഉപാധികളില്ലാതെ. നിങ്ങൾക്കോ ഉപാധിയോടുകൂടി. എന്താ ഉപാധി? നിങ്ങൾ ഈ 2 അവയവങ്ങൾ കൊണ്ട് എനിക്ക് ജാമ്യം നിൽക്കണം. അതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. ഇത് 2 വലിയ പ്രശ്നമുള്ള അവയവമായത് കൊണ്ട് തന്നെ അള്ളാഹു 2 വലിയ ബാരിക്കേഡിന്റെ ഉള്ളിലാണ് ഈ 2 അവയവത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, 2 തൊടയലിനിടയിലുള്ള അവയവവും 2 ദാടിയലിനിടയിലുള്ള അവയവവും നാവും അവന്റെ ഗുഹ്യ ഭാഗവും സൂക്ഷിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിനോട് ആ ഉപാധി വെക്കാത്തത് എന്താ? അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞ നെറ്റി ചുളിക്കല്ലേ എന്ന്. എന്താ കാര്യം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏത് സമയത്തും ദിക്റാണ്, ഏത് സമയത്തും ദിക്റാണ്, ഏത് സമയത്തും ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലാത്ത സമയം വളരെ കുറവാ. അങ്ങനെ കുറവ് വരുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ദിക്ർ ഒഴിവാക്കേണ്ടി വന്നാൽ മഹാനായ സിദ്ദീഖ് തങ്ങൾ ചെയ്യുന്നതെന്തെന്നറിയോ? ചരൽ കല്ലുകൾ വാരി വായിലിടുമായിരുന്നു, ചരൽ കല്ല് വാരി വായിലിടുമായിരുന്നു, എന്നിട്ട് മിണ്ടാതിരിക്കുമായിരുന്നു. ആളുകൾ ചോദിച്ചു, അബൂബക്കറേ, എന്താ അങ്ങനെ ചെയ്യുന്നത്? ദിക്റില്ലാത്ത സമയത്ത് ഞാൻ മറ്റെന്തെങ്കിലും പറഞ്ഞാലോ, അള്ളാഹുവിന്റെ സ്വർഗം എനിക്ക് അന്യമായാലോ, അതുകൊണ്ട് ഞാൻ ചരൽ കല്ല് വാരി വായിലിടുകയാണ്. നമ്മൾ അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കിടക്കേണ്ടി വരും? അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ, പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഭർത്താവിന്റെ തീരെ ഉപദ്രവം, ഭർത്താവിന്റെ ഉപദ്രവം കൊണ്ട് പരാതി പറഞ്ഞ ഒരു സഹോദരിയോട് ഉസ്താദിന് നന്നായിട്ടറിയും. കാരണം ഇയാൾ തന്നെ പല പരാതിയും പറഞ്ഞിട്ടുണ്ട്. ഭാര്യയെ പറ്റി പരാതി ഉസ്താദിനോട് പറഞ്ഞിട്ടുള്ള ഭർത്താവാണ്. ഒരു ദിവസം ഭാര്യ വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഇയാള് എന്നും ഉപദ്രവമാണ്, ഇടിയോടിടിയാണ്, പ്രശ്നമാണ്, ഒരു പരിഹാരം കാണണം, എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, ഒരു ദിക്റുണ്ട്, ആ ദിക്ർ പറയുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വെള്ളം തരാം. ആ വെള്ളം എന്ത് ചെയ്യണം? നീ വായില് കൊള്ളണം, വായിൽ വെള്ളം കൊള്ളണം. എപ്പോഴാ കൊള്ളേണ്ടത്? ഭർത്താവ് എവിടെ പോയിട്ട് വന്നാലും അപ്പോൾ ഈ വായിൽ വെള്ളം കൊള്ളണം. ചോദിച്ചു, വായിൽ വെള്ളം കൊണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണോ? അത് തുപ്പാനും പാടില്ല, ഇറക്കാനും പാടില്ല. ഏതുവരെ? ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് വരെ. 3 ദിവസത്തേക്ക് അങ്ങനെ മരുന്ന് കൊടുത്തു. ഓതിയ വെള്ളമൊന്നും പറഞ്ഞാ കൊടുത്തത്. ഇടിയില്ല, പ്രശ്നമില്ല, ബുദ്ധിമുട്ടില്ല, കരച്ചിലില്ല, സങ്കടമില്ല, തർക്കമില്ല, കുടുംബകലഹമില്ല, ഒന്നുമില്ല. നല്ല ശാന്തമായ വീട്. ഭർത്താവ് വരുമ്പോ ഇവള് വായിൽ വെള്ളം കൊള്ളും, ഭർത്താവ് പോകുമ്പോ തുപ്പിക്കളയും. കാരണം എന്താ? ഇവളെ നാക്കാ ശരിയല്ല. വായിൽ വെള്ളം ഉസ്താദ് പറഞ്ഞതനുസരിച്ച് കുടിക്കാനും പാടില്ല, ഇറക്കാനും പാടില്ല, കളയാനും പാടില്ല. അപ്പൊ അങ്ങനെ വായിൽ വെള്ളം കൊണ്ടുവന്ന് നിൽക്കുന്നു. ഇവളൊന്നും പറയില്ല, അയാളോട്ട് ഇടിക്കുകയില്ല. ഇതാണ് സംഭവം. നാക്ക് വലിയ പ്രശ്നം. അവങ്ങളെ നാക്ക് വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് വിടുമ്പോൾ യമനിന്റെ ഭരണാധികാരിയായി മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുക്കുമ്പോൾ മുആദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, പൊന്നാര നബിയേ, ഞാൻ യമനിന്റെ ഭരണാധികാരം ഏറ്റെടുക്കാൻ പോവുകയാ, അങ്ങനെയൊരു ഉപദേശം തരണം നബിയേ എന്ന് പറയുമ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഉപദേശമേതെന്നറിയോ? മുആദ് തങ്ങൾക്ക് കൊടുത്ത ഉപദേശമേതെന്നറിയോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത ഉപദേശമാണ്. പൊന്നുമോനെ മുആദേ, നാവിനെ സൂക്ഷിക്കുക. നബിയെ, ഒരു ഭരണാധികാരം ഏറ്റെടുക്കാൻ പോകുമ്പോ, ഒരു വലിയ രാജ്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുമ്പോ ഈ വില കുറഞ്ഞ ഉപദേശമാണോ തരുന്നതെന്ന ചിന്തയോട് മുആദ് റളിയല്ലാഹു തആല അൻഹു മഹാനായ പ്രവാചകന്റെ നേരെ നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മുആദിനോട് പറയുന്ന, മുആദ്, ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഏറ്റവും വലിയ അവയവം ഏതാണ്? അവന്റെ നാവാ. അവന്റെ നാവാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തിൽ അല്ലാഹു തന്ന, പടച്ചതമ്പുരാൻ തന്ന, അല്ലാഹു
തന്ന ആയുസ് ഞാനും നിങ്ങളും ചെലവ് ചെയ്യുമ്പോ അവന് വേണ്ടിയിട്ട് സാഷ്ടാംഗം ചെയ്തവന് വേണ്ടി സുജൂദ് ചെയ്ത് ജീവിക്കുമ്പോ അവന് വേണ്ടിയിട്ട് നമ്മുടെ സർവ്വതും മാറ്റിവെക്കുമ്പോ ഇവിടെ ചോദിച്ചല്ലോ ഇതിന്റെ സംഘാടകർ, അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ ഈ റോഡിന്റെ മറുവശത്ത് പ്രസംഗിക്കുമ്പോൾ ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടിയിട്ട് ഇവിടെ പിരിവെടുക്കുകയാ. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ സഹോദരങ്ങളെ നമുക്ക് അൽഹംദുലില്ലാഹ് ഭൂമിയായി. ഇനി നിങ്ങൾ കൊടുക്കുന്ന കൊച്ചു കൊച്ചു സദഖകൾ കൊണ്ട് ഈ കിണറിന്റെ ചുറ്റുമതിൽ കെട്ടി, നമ്മുടെ ഈ വസ്തുവിന്റെ ചുറ്റുമതിൽ കെട്ടിയിട്ട് അനുഗ്രഹീതമായ ഒരു സംരംഭത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ നാട് മാറുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു തന്ന ആയുസ് ഞാനും നിങ്ങളും അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കുമ്പോ, സമ്പത്ത് അവന് വേണ്ടി ചെലവഴിക്കുമ്പോ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നാളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ ശരീരത്തിന്റെ നാവാകുന്ന വില്ലം വരുമ്പോ എന്റെയും നിങ്ങളുടെയും സുഹൃതങ്ങൾ സൽക്കർമ്മങ്ങളല്ല, നാവ് പിഴച്ചത് കാരണത്താൽ അല്ലാഹുവിന്റെ നരകത്തിലേക്ക് എന്നെയും നിങ്ങളെയും വലിച്ചെറിയുമ്പോ പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട സഹോദരാ, എന്റെയും നിങ്ങളുടെയും നാളത്തെ ജീവിതം നരകത്തിലാണ്. ആ ഒരു അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത്രയും നാൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർന്നു പോവാൻ നാക്ക് കാരണം അവനെ നരകത്തിലേക്ക് വലിച്ചെറിയും നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചോദിക്കും, അല്ലാഹുവേ ഒരു നാവിന് അത്രയും പ്രശ്നമുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അതിനൊരു മറുപടി പറഞ്ഞുതരാം. നിങ്ങളത് ആരും ദ്വയാർത്ഥം കൊടുത്ത് കേട്ട് ഇനി അത് ഒരു തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണ ഞാൻ പറഞ്ഞു എന്നാരും പറയരുത്. ഞാനതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം. ഒരാൾ സാന്ദർഭികമായിട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ വ്യഭിചരിച്ചു പോയി. ഗുരുതരമായ തെറ്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അയാൾ വ്യഭിചരിച്ചു പോയി. ആ വ്യഭിചരിച്ചു പോയ മനുഷ്യൻ ഒരു വേള അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങി. അല്ല പുറത്തു കൊടുക്കോ ഇല്ലേ? നിങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ട് പോയല്ലേ പ്രശ്നമുള്ളൂ. പുറത്തു കൊടുക്കോ ഇല്ലേ? ടൈമായി, ഉറക്കം വരുന്ന. പുറത്തു കൊടുക്കോ ഇല്ലേ? പുറത്തു കൊടുക്കുമെന്നല്ല, പുറത്തു കൊടുക്കുമെന്നാണ്. പുറത്തു കൊടുക്കൂലേ? പശ്ചാത്തപിച്ച അല്ല പുറക്കാത്ത പാപം ഏതാണ്? പശ്ചാത്തപിച്ച അല്ല പുറത്തു കൊടുക്കാത്ത പാപം ഏതാണ്? സഹോദരങ്ങളെ, അല്ല പുറത്തു തരും. പക്ഷെ നിങ്ങൾ അല്ലെ പോട്ടെ, ഞാൻ നിങ്ങളിൽ ഒരാളെ പറ്റി ഈ ഇരിക്കുന്ന ഉസ്താദുമാരോട് ആരോടെങ്കിലും ഒരു ഫിത്തിന പറഞ്ഞു, ഒരു ഫസാദ്, ഒരു ഗീബത്ത് ഞാൻ പറഞ്ഞു, ഞാനിനി എത്ര സൽക്കർമ്മം ചെയ്താലും, ഞാനിനി എത്ര ഹജ്ജ് ചെയ്താലും, ഞാൻ എത്ര ഉംറ ചെയ്താലും, ഞാനിനി ഹിജ്റുസ്മായിനകത്തിരുന്ന് പൊട്ടി കരഞ്ഞ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുൽതസമിൽ പിടിച്ച്, ആ കില്ലയിൽ പിടിച്ച്, ഹജറുൽ അസ്വദിൽ ഞാൻ ചുംബിച്ച്, മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് ഞാൻ ഇരുന്ന് തേങ്ങിക്കരഞ്ഞ്, സഫാ കുന്നിന്റെ പുറത്ത് കയറിയിട്ട് ദിവസങ്ങളോളം ഇരുന്ന്, മറുവയിൽ ചെന്ന് ഞാനും മലർന്നും കിടന്നും ചരിഞ്ഞ് ഞാൻ ചോദിച്ച്, അള്ളാഹുവിന്റെ റസൂലിന്റെ റൗളാ ഷരീഫിന്റെ മുമ്പിൽ ചെന്ന് ഞാൻ മാസങ്ങളോളം ഇരുന്ന് ദുആ ചെയ്താലും ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇവൻ അല്ലാഹ് പുറത്തു കൊടുക്കൂല, ബാക്കിയെല്ലാം പുറത്തു. പക്ഷേ ഒരു കാര്യം മാത്രമേ അവന് ബാക്കിയാണ്. ഒരു കെട്ട് വീണുപോയി. എന്തു വേണം? അവനോട് ചെന്നിട്ട് പൊരുത്തം ചോദിക്കണം, എടോ നിന്നെപ്പറ്റി ഞാൻ ഇത് പറഞ്ഞു പോയി, മാപ്പാക്കണം. അവൻ പറയാൻ, ശരി ഞാൻ മാപ്പ് തന്നു, ഓക്കെ. ഇനി കഅബത്തും പോണ്ട, സഫയിലും കയറണ്ട, മറുവയിലും കയറണ്ട, കൊടുമുണ്ട പള്ളിയിലും പോണ്ട, ഇവിടെയും വരണ്ട, നടന്നു പോകുമ്പോൾ അല്ലാഹ് നീ എനിക്ക് പുറത്ത്, അല്ലാഹ് പുറത്തു തരും. ആ കെട്ടഴിയണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? മസിലൊക്കെ പിടിച്ചിരുന്നു, ഞാൻ അങ്ങനെ ചോദിക്കൂല, ഞാൻ ആരാ മോനെന്നറിയില്ലേ, അവനെ പൊരുത്തുന്നില്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് ഇവിടെ നിന്ന് മരിച്ചുപോയി. നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഇവൻ സ്വർഗത്തിൽ പോകാൻ വേണ്ടി സിറാത്ത് പാലത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോഴുണ്ട്, ഇവിടെ നിന്ന് കുറെ ആളുകൾ വരികയാണ്. കുറെ ആളുകൾ, ഇവൻ ഇതായിരുന്നു ഹോബി, സുബഹിസ്കാരം കഴിഞ്ഞ് മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നലാ ജോലി. അങ്ങനെ അങ്ങോട്ട് ചെന്ന സമയത്താണ് ആളുകൾ വന്നിട്ട് പറയുന്നു, എവിടെ പോകുന്നു? അവിടെ നില്ല്. അള്ളാഹ് ചോദിക്കുന്നു, എന്താ പ്രശ്നം? യവനെ എന്നെ പറ്റി ഇന്നത് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു യവന്റെ നിസ്കാരം മുഴുവനും എനിക്ക് താ. അപ്പൊ നമ്മുടെ നിസ്കാരം മൊത്തം എടുത്ത് അള്ളാഹു അവനങ്ങ് കൊടുത്തു. അത്രയും ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം പോയേ ഒന്നുമില്ല. അപ്പൊ വേറൊരുത്തം വരികയാണ്, പടച്ചോനെ എന്നെ പറ്റി യവൻ പറഞ്ഞുള്ളത് കണക്കില്ല, യവന്റെ നിസ്കാരം അത് പോയി, നോമ്പ് മൊത്തം എടുത്ത്, നോമ്പ് മുഴുവനും കൊടുത്തു. അങ്ങനെ ഓരോ സൽക്കർമ്മങ്ങളും കൊടുത്തു. നോക്കുമ്പോൾ ഇനി 5-6 പേര് നിൽക്കാണ്, യവന്റെ അമലൊന്നുമില്ല. എന്ത് ചെയ്യും? അള്ളാഹു നീതിമാനല്ലേ, പടച്ചോനെ നീതി കാണിച്ചല്ലേ മതിയാവൂ. അള്ളാഹു നീതിമാനാ. എന്താ ചെയ്യുന്നതെന്നറിയോ?
ഈ വന്നു നിൽക്കുന്ന 3 പേരുടെ തിന്മകൾ അള്ളാഹു യവന്റെ മേലിൽ ചാർത്തി കൊടുക്കും. യവനാണ് പാപ്പരെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അൽ മുഫ്ലിസു ഫീനാ, നമ്മളിൽ പാപ്പര് ഒരിക്കലും ദിർഹമുകളും ദീനാറുകളും ചരക്കുകളും മുതലുകളും പണം ലാഭങ്ങളും ഇല്ലാത്തവനല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇവിടെ നിന്ന് കുറെ അമലുകളുമായിട്ട് പടച്ചോന്റെ മുമ്പിൽ എത്തുമ്പോൾ ബാക്കിയുള്ളവർക്ക് വീതം വെച്ച് കൊടുത്തു. പിന്നെ കുറെ ആളുകളുടെ ശിക്ഷയും സ്വയം ഏറ്റെടുത്ത് നരകത്തിലേക്ക് ചെന്ന് വീണ നാണം കെട്ട്. അപ്പൊ ദുനിയാവും ഇല്ല, ആഖിറവും ഇല്ല. കാരണം ഇവൻ വീട്ടിൽ കിടന്നില്ല, ഇവൻ കച്ചവട സ്ഥാപനം തുറക്കൂല, ഇവന്റെ ഭാര്യ എടുത്ത് പോലും നല്ലൊരു മിണ്ടൂല, ഇവന് മക്കളെ തീരെ ശ്രദ്ധയില്ല, ഒന്നുമില്ല. എപ്പോഴും ദിക്റും സ്വലാത്തും ദുആയും നിസ്കാരവുമായിട്ട് ഇങ്ങനെ പള്ളിക്കൂടം ഇങ്ങനെ തന്നെ അവന്റെ ജോലി. ദുനിയാവും ഇല്ല, ആഖിറവും ഇല്ല. കാരണം ഇവന്റെ നാവ് വെറുതെ കിടക്കില്ല. അതുകൊണ്ടാണല്ലോ ഒരു പെണ്ണിനെ പറ്റിയിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ, മദീന പള്ളിയിലെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ കുറെ ചെറുപ്പക്കാര് വന്നിട്ട് പറയുന്നു, നബിയേ, ഇന്ന പെണ്ണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇന്ന ഫുലാന കാനത്ത് തഖൂമുൽ ലൈല വതസൂമുൻ നഹാർ. ഈ പറയുന്ന രീതിയിൽ അമൽ ചെയ്യുന്ന ഒരു പെണ്ണ് കൊടുമുണ്ടയിലില്ല, പട്ടാമ്പിയിലില്ല, പാലക്കാട് ജില്ലയിലില്ല, കേരളത്തിലില്ല, ഇന്ത്യയിലില്ല, ഏഷ്യയിലില്ല, എന്തിന് ലോകത്ത് പോലുമില്ല. ഈ പറയുന്ന രീതിയിൽ ഇബാദത്ത് എടുത്ത ഒരു പെണ്ണ് ഉണ്ടെങ്കിൽ പറ, ആ പെണ്ണ് തഖൂമുൽ ലൈല, രാത്രി ഒരു പോള കണ്ണടക്കാതെ നിസ്കാരമാണ്, രാത്രി മുഴുവനും ഉണർന്നിരുന്ന നിസ്കാരമാണ്. വതസൂമുൻ നഹാർ, പകല് മുഴുവനും അവള് നോമ്പാ. റമളാന് മാത്രമല്ല, വേഴനും തിങ്കളും മാത്രമല്ല, ഫുൾ ടൈം നോമ്പാണ്. എല്ലാ ദിവസവും അവൾക്ക് നോമ്പാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുന്നു, വതതസദ്ദഖ, അവള് സൽക്കർമ്മം സദഖകൾ കൊടുക്കുന്നവളാ. എന്ത് വേണമെങ്കിലും അവളുടെ കയ്യിലും കാതിലും കഴുത്തിലും ഉള്ളതെല്ലാം കൊടുക്കും. നബിയേ, ഈ പെണ്ണിനെ പറ്റിയാ ഞങ്ങൾക്കറിയേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് പറയാനൊരുങ്ങി, എവളെക്കാ നല്ലത് പിന്നെ ആരാ? കൊടുമുണ്ടയിലുണ്ടോ രാത്രി മുഴുവൻ നിസ്കരിക്കുന്ന പെണ്ണ്, അത് ഒരു ദിവസം പോരെ മോളെ. എല്ലാ ദിവസവും ഉറങ്ങാതെ ഏതെങ്കിലും 1 മണിക്കൂർ മാത്രമല്ല, രാത്രിയുടെ മുഴുവൻ സമയങ്ങളിലും നിന്ന് നിസ്കാരമാണ്, പകല് മുഴുവനും ദിവസങ്ങളിൽ നോമ്പാണ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സകലതും സമർപ്പിക്കുകയാണ്, സദഖകൾ മുഴുവനും അല്ലാഹുവിന് വേണ്ടി കൊടുക്കുകയാണ്. ഈ പെണ്ണ് പക്ഷേ തുദി ജിറാനഹാ ബിലിസാനിഹാ, അപ്പുറപ്പുള്ള അയൽവാസിയായ മനുഷ്യനെ ഇവളും നാവ് കൊണ്ട് ഉപദ്രവിക്കുന്നവളുമാണ്. രാത്രി നിസ്കാരത്തിന് കുറവൊന്നുമില്ല, പകല് നോമ്പിന് കുറവൊന്നുമില്ല. ചോദിക്കുന്നത് മോതിരം ചോദിച്ചാല് വള തരും, വള ചോദിച്ചാല് മാല തരും. അങ്ങനെ ദാനധർമ്മം ചെയ്യുന്ന പെണ്ണ. പക്ഷെ ഇവൾക്കൊരു സ്വഭാവ ദൂഷ്യമുണ്ട്. അത് എന്താണെന്നറിയോ? തുദീ ജിറാനഹാ ബിലിസാനിഹാ, ഇവളെ വാ തുറക്കാൻ പറ്റൂല. വാ തുറന്നാൽ ഇവള് മറ്റുള്ളവരെ പറ്റി വസാതെ പറയൂ. അങ്ങനത്തെ പെണ്ണാണ്. നിസ്കാരവും നോമ്പൊക്കെ കൊണ്ട് ക്ലിയർ ആണ്. എന്ത് ചോദിച്ചാലും കൊടുക്കും. കിണറിന്റെ ചുറ്റുമതിലല്ല, ഒരു കിണറോട് ഇരിക്കട്ടെ എന്ന് പറയും. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. അല്ലാഹു താല നല്ല മനസ്സിനൊക്കെ തോഫീക്ക് കൊടുക്കട്ടെ. നാക്കൂടെ സൂക്ഷിക്കണമെന്നുള്ളൂ. മിനിങ്ങാന്ന് ഖത്തറിന്ന് ഒരാൾ വിളിച്ചതിനെന്നറിയോ? ഞാൻ മുമ്പ് നമ്മുടെ ഫിറോസ്, പാലക്കാട് ജില്ലക്കാരനാ ഫിറോസ്. ഈ ജില്ലയിൽ ഒരുപാട് നല്ല ഫാറൂഖ് ചെറുപ്പുളശ്ശേരി എന്റെ ഒരു പ്രിയ സുഹൃത്താണ്, ദുബായിലാണ്. അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച ഒരു സ്ഥലമുണ്ട്, വിളയൂർ. അവിടെ ഒരു ഫൈസൽ, അതുപോലെ തന്നെ നമ്മുടെ ഒറ്റപ്പാലത്തൊരു സഹോദരൻ. അപ്പൊ ഇങ്ങനെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുണ്ട്. ഫിറോസ് കുന്നംപറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന വ്യാഴാഴ്ച അനന്തപുരിയുടെ ഒരു വലിയ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരൊറ്റ നിമിഷം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യൻ. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ മനുഷ്യനെ പറ്റി ഞാൻ കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു. മൈലാഞ്ചിയാണ്. കാരണം ആളുകൾക്ക് നിറം കൊടുക്കുന്നുണ്ട്, വർണ്ണം പകരുന്നുണ്ട്. പക്ഷേ ആ മൈലാഞ്ചി സ്വയം ചതഞ്ഞരയാൻ എന്നതുപോലെ ഇവൻ എല്ലാവർക്കും വേണ്ടി ഓടി നടക്കുന്ന ഒരു വീടില്ല എന്ന് പറഞ്ഞു. എത്ര ആളുകളാ പിറ്റേ ദിവസം വിളിച്ചത്, ഉസ്താദെ നമുക്ക് അവന് വീട് വെച്ചു കൊടുത്താലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നീക്കുന്നതിനിടയിലാണ് പ്രളയം വന്നത്. പിന്നെ അത് അതിന്റെ അടിയിലായിപ്പോയി. പക്ഷെ ഇപ്പൊ സൗദിയിൽ അവിടുത്തെ പ്രവാസികളെല്ലാം കൂടി ബാക്കി വന്ന എല്ലാ വീടിന്റെ ബാക്കി എല്ലാം ഏറ്റെടുത്തു. ഈ മെനിങ്ങാന്ന് ഒരാളെ ഖത്തറിൽ തന്നെ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദെ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. ഞാൻ കരുതി ഡേറ്റ് ആയിരിക്കും.
അപ്പൊ എന്നോട് പറഞ്ഞു എന്താ, ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? എനിക്കൊരു വലിയ ഹെൽപ്പ് നിങ്ങൾ ചെയ്യണം. ഫിറോസ് കുന്നംപറമ്പിലിനെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. അപ്പൊ ഞാൻ കരുതി ഇനി ഫിറോസ് കുന്നംപറമ്പിലിനെ കൊണ്ട് എന്തെങ്കിലും ലൈവ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണെങ്കിൽ എന്ന് കരുതി. കാരണം ഈ അടുത്ത സമയത്ത് ഒരു പണ്ഡിതൻ, എന്റെ നാട്ടുകാരനാണ്, സാധുവാണ്. ആ മനുഷ്യൻ 1.5 കൊല്ലം കൊണ്ട് ആ മനുഷ്യന് ക്യാൻസർ രോഗമാണ്. ഞങ്ങൾ 5-6 പേര് കൂടിയിട്ട് മാസം 1000 രൂപ ഇട്ടാണ് ആ മനുഷ്യന് മരുന്ന് വാങ്ങാൻ പൈസ കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ആ സഹോദരന് ഇപ്പൊ RCC ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഈ ക്യാൻസറിന്റെ സെല്ലുകളെ നശിപ്പിക്കുന്ന ടാബ്ലറ്റ് കഴിക്കണം. അത് ഒരു ദിവസം ആ ടാബ്ലറ്റിന്റെ വില 6500 രൂപ. ഒരു മാസത്തേക്ക് 1,95,000 രൂപ. 3 മാസം കഴിക്കണം. എന്നിട്ട് കീമോ എടുത്തിട്ട് പിന്നെ തീരുമാനിക്കും കഴിക്കണോ വേണ്ടേ. 3 മാസം കഴിക്കുന്നതിന് 5,85,000. വീടില്ല, ഒന്നുമില്ല, വെറും സാധു. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തെങ്കിൽ കഴിക്കുന്ന മനുഷ്യൻ. വലിയ പ്രായമൊന്നും ഇല്ലാത്ത, എൻ്റെ പ്രായം അല്പം കൂടെ 2-3 വയസ്സുണ്ടാവുന്ന, 35-36 വയസ്സുണ്ടാകുന്ന ഒരു പണ്ഡിതൻ. അവസാനം കളിയിക്കാവിള, തമിഴ്നാട്ടിലെ കളിയിക്കാവിളയിൽ നിന്ന് 1,95,000 രൂപ അതിന്റെ കമ്മിറ്റിക്കാർ കൊണ്ട് കൊടുത്തു. ബാക്കി 5 ലക്ഷം രൂപ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിനക്ക് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നീ എന്ത് ചെയ്യണ്ട, ചികിത്സിക്കാതിരിക്കണ്ട, അതിനൊരു വഴിയുണ്ട് ഇൻഷാ അല്ലാഹ്. ഞാൻ ഉടനെ ഫിറോസിനെ വിളിച്ചു. ഫിറോസ് എന്നോട് പറഞ്ഞു, ഉസ്താദെ 5 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. അൽഹംദുലില്ലാ. അപ്പോഴും പറയാം 5 ലക്ഷം രൂപ നമുക്ക് കൊടുത്തേക്കാം. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നല്ല മനസ്സുള്ള ഈ ജില്ലക്കാരനാണ് ഫിറോസ് കുന്നംപറമ്പിൽ. ഉസ്താദെ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഖത്തറിൽ നിന്ന് വിളിച്ച ആള് പറയാൻ. എന്താ? എനിക്കൊരു കിണർ കുത്തി കൊടുക്കണം ഫിറോസിന്. എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. എല്ലാവർക്കും ചികിത്സയ്ക്കും വീടിനുമൊക്കെ ഓടി നടക്കുന്ന ഫിറോസ്, അവന് വെള്ളം കുടിക്കാനുള്ള ഒരു കിണർ എനിക്ക് കുത്തി കൊടുക്കണം, എന്റെ ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫോൺ വെക്കും, 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കും. ഞാൻ ഉടനെ ഫിറോസിനെ വിളിച്ചു. ഫിറോസ് എന്നോട് പറഞ്ഞു, ഉസ്താദെ ആദ്യം കുത്തിയത് കിണറാണ് എൻ്റെ പുരയിടത്തിൽ. കിണറായി. ഞാൻ പറഞ്ഞു, എങ്കിലും അദ്ദേഹത്തിനെ നിരാശപ്പെടുത്തണ്ട, അത്രയും ആഗ്രഹമല്ലേ. നിന്റെ വീട് വെച്ച് തരുന്ന ആളുകളോട് നീ പറ, നിസ്കാര റൂമിന്റെ പൈസ വേണ്ട, അത് മൂപ്പര് തന്നോട്ടെ. നീ നിസ്കരിക്കുന്ന ആ റൂമുണ്ടല്ലോ, അത് അദ്ദേഹം ഏറ്റെടുക്കട്ടെ. ഞാൻ തിരിച്ച് വീണ്ടും അയാളെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെലവാക്കുക. ഞാൻ പറഞ്ഞത്, നല്ല മനസ്സുള്ള ആളുകളുണ്ട്, നല്ല മനസ്സുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഒരാളും പട്ടിണി കിടക്കുന്നില്ല സഹോദരങ്ങളെ. കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി, അവിടെ ഈ അടുത്ത സമയത്ത് ഒരു പരിപാടിയുടെ ഫ്ലക്സ് ഞാൻ കണ്ടു. എന്താണെന്നറിയോ? വിശപ്പ് രഹിത കരുനാഗപ്പള്ളി. ഇനി ആ നാട്ടിൽ ഒരാളും വിശക്കൂലത്രേ. തിരുവനന്തപുരത്തൊക്കെ പോയി നോക്കണം. ഈ കഴിഞ്ഞ പ്രളയം വന്നതിന്റെ പിറ്റേ പെരുന്നാളിന് എനിക്കൊരു ആഗ്രഹം വന്നു, ഏതെങ്കിലും ഒരു ക്യാമ്പിൽ ഉച്ചയ്ക്ക് കൂടണമെന്ന്. അങ്ങനെ ഞാനും കുറച്ച് സുഹൃത്തുക്കളും കൂടി ഒരു 500 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ച് ഒരു വലിയ ടിപ്പറിലൊക്കെ കയറ്റി വെച്ച് നേരെ നമ്മൾ പന്തളത്ത് വിട്ടു. അവിടെ ചെല്ലുമ്പോഴേക്കും 2 വണ്ടി അവിടെ എത്തി. അപ്പൊ ആ വണ്ടിയെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ ആ വണ്ടി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. കാരണം നമ്മൾ കൊടുത്ത വാക്കായതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് എവിടെയെങ്കിലും ഭക്ഷണം കൊടുക്കുക ഇതുപോലുള്ള പെരുന്നാൾ ദിവസങ്ങളിൽ. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവിടെയൊക്കെ ഭക്ഷണം തിരിച്ചു കൊണ്ടുപോകുവാൻ ആളുകൾ. കാരണം ഓരോ വീട്ടിൽ നിന്ന് ആളുകൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക, നല്ല മനസ്സാണ്. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാക്കൂടെ ശരിയായില്ലെങ്കിൽ അള്ളാന്റെ സ്വർഗം കിട്ടുമോ? ഈ കൊടുക്കുന്നതൊക്കെ വെറുതെയാണ്. ഈ കൊടുക്കുന്നതൊക്കെ വെറുതെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അംസിക് ലിസാനക്. എത്ര വലിയ സൽക്കർമ്മങ്ങൾ ചെയ്താലും, എത്ര ലിറ്റർ പാലാണെങ്കിലും അതിൽ ഒരു തുള്ളി വിഷം മതി, ഒരു തുള്ളി വിഷം മതി. എത്ര വലിയ സൽക്കർമ്മങ്ങൾ ചെയ്താലും, ഏത് പാതിരാത്രി ഉറക്കമുളച്ചിരുന്നാലും, ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും നിന്റെ നാക്കിൽ നിന്ന് നാറ്റം പിടിച്ചൊരു വാക്ക് പുറത്തു വന്ന തീർന്നല്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ലോകത്ത് നമുക്ക് അള്ളാഹു തന്ന ആയുസ് നീട്ടിക്കൊണ്ടുപോകുന്ന കാലത്തോളം നമുക്ക് നന്നായിട്ട് സുഹൃതങ്ങൾ ചെയ്യാൻ കഴിയണമെങ്കിൽ ആദ്യം സൂക്ഷിക്കേണ്ടത് ഈ നാക്കാണ്. ഈ നാക്കാൻ അള്ളാഹു നമുക്കതിനുള്ള ഏറ്റവും വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, മൂന്നാമത്തെ ഉപദേശമേതെന്നറിയോ? ലോകത്തുള്ള വന്നിട്ടുള്ളതും വരാനിരിക്കുന്നതുമായ മുഴുവൻ ആളുകളുടെയും അറിവുകൾ പടച്ച തമ്പുരാനെ കേന്ദ്രീകരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഒരു പ്രവാചകനെ നുകർന്നു കൊടുത്ത ഒരു ഉപദേശത്തിന്റെ മൂന്നാമത്തെ ഉപദേശമേതെന്നറിയോ? تأكله حتى يكون من الحلال.
നീ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണോ എന്നൊന്ന് ചിന്തിക്കുക. മുസ്ലിമേ, നമ്മുടെ ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങളും നമ്മുടെ ശരീരത്തിന്റെ സിരകളിലൂടെ ഓടുന്ന ചുടുനിണവും അത് ഹറാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതാണെങ്കിൽ അല്ലാഹു നമുക്ക് സ്വർഗം തരില്ല. അല്ലാഹു നമുക്ക് സ്വർഗം തരില്ല. അല്ലാഹു അനുവദിച്ചതാണോ എന്ന് ചിന്തിക്കണേ. കഴിക്കുന്നതിന് മുമ്പ് അല്ലാഹു അനുവദിച്ചതാണോ എന്ന് ചിന്തിക്കണേ. ഹലാലല്ലാത്തതൊന്ന് പള്ളയിൽ പോകല്ലേ മനുഷ്യ. കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ, ആലിമീങ്ങള് മരണപ്പെടുമ്പോ തൊട്ടടുത്തല്ലേ ആ മഹാനായ അട്ടിപ്പറ്റ ഉസ്താദ് അടക്കം ചെയ്യപ്പെട്ടത്. മഹാനായ അട്ടിപ്പറ്റ ഉസ്താദിനെ വളാഞ്ചേരി ഫത്ഹുൽ ഫത്താഹില് മഹാനവറുകൾ കിടന്നുറങ്ങുമ്പോ സഹോദരങ്ങളെ, വേദനയില്ലാത്ത ലോകത്ത് മഹാനവറുകൾ കിടക്കുകയാ. ഇടുക്കി ജില്ലയിലെ ശാന്തമ്പാറ എന്ന പ്രദേശത്ത് വഴുതിന് പോകുമ്പോ പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങളാണ് പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അവിടുത്തെ ദുആയും ആത്മീയ മജ്ലിസിന്റെ നേതൃത്വം അട്ടിപ്പറ്റ ഉസ്താദാണ്. അവിടുത്തെ പ്രഭാഷണം, മുഖ്യ പ്രഭാഷണം എനിക്കായിരുന്നു. അങ്ങനെ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഉസ്താദത്തെ ഞാൻ പല വേദികളിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഉസ്താദത്തെയിട്ട് അവിടെ ദുആയും ദിക്റുകളുമായി സലാത്തുമായി ചെലവ് ചെയ്യുമ്പോ സംഘാടകർ ഓടി വന്നു. ഇതേപോലെ അവിടെ വെച്ചിരിക്കുന്ന മിനറൽ വാട്ടറിന്റെ കുപ്പി ഒരാള് സംഘാടകൻ എടുത്തിട്ട് ഉസ്താദേ ഒന്ന് ഊതിത്തരണേ എന്ന് പറഞ്ഞു. മഹാനവറുകളുടെ മുഖം വല്ലാതെ വിവരണമായി. ഉസ്താദ് ഷൗട്ട് ചെയ്തിട്ട് സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു, വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവാടോ, എന്നിട്ട് നിനക്ക് ഞാൻ ഊതിത്തരാ. ഇരിക്കുന്ന വെള്ളം നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഇത്രയും ആളുകൾക്ക് അവകാശപ്പെട്ടതാണ്. ഇത്രയും ആളുകൾ പൊരുത്തം തരട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ആ വെള്ളത്തിൽ ഊതിത്തരാ. ആരെങ്കിലും ചിന്തിച്ചതാണോ? ആരെങ്കിലും മനസ്സിലാക്കിയതാണോ? പടച്ചോനാണ് അന്ന് മുതൽ അന്നല്ലാതെ ഞാൻ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. മഹാനായ അട്ടിപ്പറ്റ ഉസ്താദ് അല്ലാഹു ഖബർ വിശാലമാക്കട്ടെ. ഹറാമായത് ആര് തിന്നുന്നത് ഇഷ്ടപ്പെടുന്ന ആളല്ല, സ്വന്തമായി തിന്നുന്നില്ല എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, മറ്റൊരാള് ഹറാമ് തിന്നല്ലേ എന്ന് കൊതിച്ചു പോകുന്നയാളാ. ജീവിതത്തിൽ വിശുദ്ധി പുലർത്തുമ്പോ അല്ലാഹു സ്വീകാര്യത കൊടുക്കുന്നതാണ്. 63 പ്രാവശ്യം മയ്യത്ത് നിസ്കാരം നടന്നു. ലക്ഷക്കണക്കിന് ആളുകൾ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കാളിയായി. 63 പേര് വരുമോ നമ്മളെ മയ്യത്ത് നിസ്കരിക്കേ? 63 പേരെ എണ്ണാൻ പറ്റുമോ? നമ്മളെ പള്ളിയിലൊക്കെ കൊണ്ടിരിക്കണം മയ്യത്ത് നമ്മൾ കണ്ടിട്ടില്ലേ? ഇമാമ് പറയും, രണ്ടാമത്തെ സഫിൽ നിൽക്കുന്ന 3 പേര് ദയവ് ചെയ്ത് പുറകിലോട്ടിറങ്ങി 3 സഫ് പൂർത്തിയാക്കണം. ഒറ്റയാക്കൽ സുന്നത്താണ്. കാരണം പള്ളിക്കകത്ത് അകമ്പള്ളിയിൽ ഈച്ച കയറിയതുപോലെ അവന്റെ മയ്യത്ത് കൊണ്ട് വെച്ചപ്പോ അതിൽ ഒരു സഫാള് ഇവൻ കടം കൊടുക്കാനുള്ള ഒരു വാങ്ങിക്കാൻ വന്നവരാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്തിപ്പറ്റ ഉസ്താദിന്റെ മയ്യത്ത് കൊണ്ടുവച്ചപ്പോ ബാരിക്കേഡുകൾ തകർത്ത്, ഇരുമ്പ് ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് നിസ്കാരത്തിന് സജീവമായി വരാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂട്ടിയപ്പോൾ ആളുകൾ പറഞ്ഞത്, നിങ്ങൾ ധൃതി വെക്കണ്ട, അടുത്ത നിസ്കാരം ഉടനെ ഉണ്ട് എന്നാണ്. അത്രത്തോളം അല്ലാഹു തആല ആദരിച്ച ഒരു മനുഷ്യൻ 63 പ്രാവശ്യം മയ്യത്ത് നിസ്കാരം നടന്നു. എന്താ ഗുണം? ക്വാളിറ്റി എന്താ? പള്ളയിൽ ഒരു വറ്റ് പോലും, ഒരു തുള്ളി വെള്ളം പോലും ഹറാമ് കിടന്നിട്ടില്ല. നമ്മുടെ പള്ളയിലോ എത്ര ഹലാലുണ്ട്? ഹലാലായ നമ്മുടെ കുടലും കരളും ഒക്കെ ഇപ്പൊ ഹറാമ് കയറി ഇപ്പൊ അതിന്റെ കട പിടിച്ചിരിക്കുകയാണ്. മൊത്തം ഹറാമായി നമ്മുടെ പള്ള. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചോദിച്ചാലും കിട്ടാത്തത്. എത്ര നാളുകൊണ്ട് ചോദിക്കുന്നു, കിട്ടുന്നുണ്ടോ? ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മഹാന്മാര് ചോദിക്കും അള്ളാഹുവിനോട്. അതുകൊണ്ടാണ് മഴയില്ല, വല്ലാത്ത സങ്കടമാണ്. മഴയില്ല, വിഷമമായി. അങ്ങനെ എല്ലാവരെയും വിളിച്ച് മൈതാനത്ത് കൂട്ടി നമുക്ക് ദുആറക്കാന്ന് പറഞ്ഞു. എല്ലാരും മൈതാനത്ത് വന്നു, നന്നായിട്ട് ദുആ ചെയ്തു. പടച്ചോനെ മഴതാ അല്ലാഹ്, പ്രശ്നങ്ങളാണ് പടച്ചോനെ മഴതാ അല്ലാഹ്. ദുആ സ്വീകരിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, മഴയെ തേടിയുള്ള നിസ്കാരത്തിനൊക്കെ നിങ്ങൾ പോകുമ്പോ നിങ്ങൾ മാത്രം പോകരുത്. പിന്നെ ആരെ കൊണ്ടുപോകണം? കന്നുകാലികളെയൊക്കെ കൊണ്ടുപോകണം. അതിനെയൊക്കെ കൊണ്ടുവന്ന് അവിടുത്തെ തെങ്ങിന്റെ മുട്ടിലൊക്കെ കെട്ടിയിട്ടിരിക്കണം. പടച്ചോനെ ഇത് കണ്ടോ, ഇതൊക്കെ വെള്ളമില്ലാതെ മരിക്കാൻ, നീ വെള്ളം താള്ളാന്ന് ചോദിക്കുമ്പോ അതിന്റെ പറക്കത്തോണ്ട് നമുക്ക് കിട്ടും. 4 കാലിയുടെ പറക്കത്തോണ്ട് ഇരുകാലികൾക്ക് വെള്ളം കൊടുക്കും അല്ലാഹ്. അങ്ങനെ മൈതാനത്ത് കൂടി എല്ലാരും ദുആ ചെയ്തു. പെരുമഴ, ഭയങ്കര മഴ. ഇതിൽ വന്ന ഒരു കുട്ടി മാത്രം കുടയും പിടിച്ച് സന്തോഷമായി തിരിച്ചു പോയി. പള്ളിയിലെ ഉസ്താദടക്കം എല്ലാവരും കയറി നിൽക്കുകയാണ് മഴയത്ത്. കാരണം എന്താ? ഈ വന്ന കുട്ടിക്ക് മാത്രം യക്കീൻ ഉണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു മഴ പെയ്യുന്നു. അതുകൊണ്ട് അത് വന്നപ്പോൾ കുട എടുത്തു, ബാക്കി ആരും കുട എടുത്തില്ല. അല്ലേ? പള്ളിയിലെ ഉസ്താദ് പോലും ഉറപ്പില്ല ദുആ സ്വീകരിക്കുന്നു. എന്താ ഉറപ്പ്? വന്നു, ദുആ ചെയ്തു, മഴ പെയ്തു, കയറി നിൽക്കേണ്ടി വന്നു മണിക്കൂറുകളോളം. തിരിച്ചു പോകാൻ പറ്റുന്നില്ല, കുടയില്ല.
അതിലൊരു കുട്ടിക്ക് മാത്രം കുടയുണ്ട്. കാരണം അതിന് ഉറപ്പുണ്ട്, എനിക്കിന്ന് ദാമിയും പറഞ്ഞ ദുആ സ്വീകരിക്കും, എനിക്ക് മഴ കിട്ടുമെന്ന്. അതുകൊണ്ട് വന്നപ്പോൾ അത് കുട കൂടി എടുത്തിരുന്നു. കാരണം അതിന്റെ പള്ളയിൽ ഹറാമ് പോയിട്ടില്ല. അള്ളാഹു നമുക്ക് കഴിക്കുന്ന ഭക്ഷണം ഹലാലാക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ദുആകൾ അല്ലാഹു സ്വീകരിക്കാതെ പോകുന്നതിന്റെ പ്രധാന കാരണം അത് തന്നെയാണ്. നമ്മൾ ചിന്തിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളൊക്കെ ദുആ സ്വീകരിക്കാൻ ഒരു ചെറിയ വഴിയുണ്ട്. ഒരു ചെറിയ വഴി. ഏത് കാര്യം നമുക്ക് ചോദിക്കുമ്പോൾ കിട്ടാൻ നമുക്കൊരൊറ്റ ചെറിയൊരു എളുപ്പ വഴി, അത് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ദുആ കബൂൽ ചെയ്യാൻ, ദുആ സ്വീകരിക്കാനുള്ള ഒരു ചെറിയ എളുപ്പ വഴി ഞാൻ പറയാൻ. മഹാനായ മുആദ് റളിയല്ലാഹു തആല നബിയോട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഅദ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ദുആ സ്വീകരിക്കപ്പെടാൻ നീ ദുആരക്കേണ്ട, നീ ചെയ്യേണ്ടത് അത്വിബ് മത്ഉഅമക തകുൻ മുസ്തജാബു ദഅവ. നീ ഏത് കാര്യം റബ്ബിനോട് ചോദിച്ചാലും ആ കൃത്യസമയത്ത് നിനക്ക് കിട്ടണമെങ്കിൽ അത്വിബ് മത്ഉഅമക, നിന്റെ ഭക്ഷണം നീ ത്വയ്യിബാക്കണം. എന്ന് പറഞ്ഞാൽ നല്ല എരിവും പുളിയുള്ള ഭക്ഷണം കഴിക്കണമെന്നല്ല. എന്ത് എരിവുണ്ടെങ്കിലും എന്ത് പുളി കുറവുണ്ടെങ്കിലും ആ ഭക്ഷണം ത്വയ്യിബത്തായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഹലാൽ അല്ലാത്തതൊന്നും അതിലകത്ത് കയറാൻ പാടില്ല, അതിൽ കടക്കാൻ പാടില്ല. ഹലാലായ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ദുആകൾ അല്ലാഹു കബൂൽ ചെയ്യുമെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് ഇത് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.